തെമ്മാടി തമ്പുരാൻ ഭാഗം 11. രചന അവതരണം ദിവ്യരാജ്. രുധിനൊരു മറുപടി കൊടുക്കാതെ മുന്നോട്ട് നടന്നേയുള്ളൂ അമ്പിളി. ഇതിനൊക്കെ ചേർത്ത് ഞാൻ തരുന്നുണ്ടടി പൂച്ചക്കണ്ണി, എൻ്റെ കയ്യിലൊന്ന് കിട്ടിക്കോട്ടെ നിന്നെ. മീശത്തുമ്പ് കടിച്ചു പിടിച്ചുകൊണ്ടുള്ള അവൻ്റെ സംസാരം കേട്ടിരുന്നു അമ്പിളിയും. വിവാഹത്തിന് ഒരാഴ്ച മുന്നേ രുധിൻ്റെ രണ്ടമ്മാവന്മാരും അമ്മായിമാരും മക്കളുമൊക്കെയായിട്ട് മുത്തശ്ശിയെയും കൊണ്ട് നാരായണത്തിൽ എത്തിയിരുന്നു. എല്ലാവർക്കുമായി വെച്ച് വിളമ്പാനും മറ്റും സീതയെ കൂടി ജോലിക്ക് വച്ചു സുഭദ്ര. വന്നവരൊക്കെ അടുക്കളയിൽ കയറി പണിയെടുക്കാൻ ലേശം മടിയുള്ളവരാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു അവരുടെ ആ തീരുമാനവും. വിവാഹവും തിരക്കുകളും കഴിഞ്ഞ് സീതയെ തിരികെ പറഞ്ഞയക്കാമെന്നായിരുന്നു അവരുടെ മനസ്സിൽ. മാളത്തൂരിലെ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തിരുനടയിൽ നിന്ന് തായമ്പക കൊട്ടണത് കണ്ടത് മുതൽ നാരായണീയത്തിലെ തെമ്മാടിയോട് വല്ലാത്തൊരടുപ്പം കൊണ്ട് നടന്നവളാണ് സീത. അവളുടെ ഉടലഴകിൽ വീഴാത്ത ആണുങ്ങളില്ല ആ നാട്ടിൽ. പക്ഷേ താൻ തല കീഴെ നിന്ന് ശ്രമിച്ചിട്ടും ഇതേവരെ അവനെ മാത്രം വരുതിയിലാക്കാൻ അവൾക്ക് കഴിഞ്ഞിട്ടില്ല. രുധിൻ്റെ വിവാഹം അമ്പിളിയുമായി നടക്കാൻ പോവാന്നറിഞ്ഞത് മുതൽ അമ്പിളിയോട് ഒരുതരം അസൂയ തോന്നിയിരുന്നു അവൾക്ക്. തരം കിട്ടിയാൽ അവനെ തൻ്റെ വരുതിയിലാക്കാമല്ലോ എന്ന പ്രതീക്ഷയോടെയാണ് നാരായണീയത്തിലേക്ക് അവൾ വലതുകാൽ വച്ച് കയറിയതും. വന്നുകൂടിയവർക്കൊക്കെ ഉച്ചയ്ക്കുള്ളതും അത്താഴത്തിനുള്ളതും വെച്ച് വിളമ്പി പാത്രങ്ങളും കഴുകി വച്ചപ്പോഴേക്കും നടു തളർന്ന പോലെ തോന്നി സീതയ്ക്ക്. ഒന്ന് കുളിച്ചു നിവരാമെന്ന് കരുതിയാണ് കുളപ്പടവിലേക്ക് ചെന്നത്. ഉടുത്തു മാറാനുള്ളത് പടവിലൊന്ന് വെച്ചിട്ട് തിരിയുമ്പോൾ വെള്ളത്തീന്ന് കുമിളകൾ ഉയർന്നു വരണത് കണ്ടൊന്നും ഭയന്നവൾ വേഗം എത്തിക്കുത്തി നോക്കുമ്പോൾ കണ്ടിരുന്നു മുങ്ങി നിവർന്നു വരുന്ന രുധിനെ. അറിയാതൊന്ന് നോക്കി നിന്നുപോയവൾ വിരിഞ്ഞ മാറും, ഇടനെഞ്ചിലായി പച്ച കുത്തിയ ഡമരവും ത്രിശൂലവും വെളുത്ത് നെഞ്ചിലായി പതിഞ്ഞു കിടക്കണ രുദ്രാക്ഷമാലയും ഒക്കെ കണ്ടെടുക്കാതെ നോക്കിയവൾ. നീ എന്താ ഇവിടെ? ഈ സമയത്ത് ഇവിടേക്ക് വരാൻ പാടില്ലാന്ന് അറിയില്ലേ? കുളപ്പടവിൽ ഒതുക്കി വച്ചിരുന്ന ടവലെടുത്ത് ദേഹത്തോടെ മറച്ചു പിടിച്ച് മുന്നോട്ട് നടന്നു രുധിൻ. അതെന്താ, നിക്കിവിടെ വരാൻ പാടില്ലാന്നുണ്ടോ? വല്ലാത്തൊരു വശ്യതയോടെ ചോദിച്ചവൾ. ഒപ്പം അവളുടെ തോളിൽ വിടർത്തിയിട്ടിരുന്ന തോർത്തു മാറ്റി തുടങ്ങിയിരുന്നു. നീ വരാണ്ടിരിക്കേ എന്താ ചായ്ക്കോ, നിക്കൊന്നുമില്ല. പക്ഷേ ഞാൻ ഈ നാരായണീയത്തിൽ ഉള്ളപ്പോൾ നീ ഇവിടെ വരാൻ പാടില്ല. അവളിൽ നിന്ന് മുഖം മാറ്റി കടുപ്പിച്ചു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് കയറിപ്പോയവൻ. തൻ്റെ ഉടലിൽ ഒരു വട്ടം കൂടിയവൻ നോക്കിയില്ലെന്നോർത്തതേ വല്ലാത്തൊരമർഷം തോന്നി അവൾക്ക്. തന്നേക്കാളും 3-4 വയസ്സിനിളപ്പമുണ്ട് നാരായണീയത്തിലെ ഈ തെമ്മാടിക്ക്. കൗമാരം കഴിഞ്ഞപ്പോൾ തൊട്ടേ ഉശിരുള്ള ആണുങ്ങളോടാണ് പ്രിയം. ഇവനൊപ്പമുള്ള രാമുവിനെ പോലും വരുതിയിലാക്കാൻ അധികം വേണ്ടി വന്നില്ല. പക്ഷേ ഇവൻ പിടിതരാണ്ടങ്ങ് നടക്കുക. കുളിമുണ്ട് ചുറ്റിക്കൊണ്ട് അവൻ പോയ വഴിയെ നോക്കിയവൾ. പിൻകഴുത്ത് മറയ്ക്കുവോളം നീണ്ടുകിടക്കണ അവൻ്റെ നീളൻ തലമുടിയിലും വിരിഞ്ഞ പുറത്തും കണ്ണുകൾ ഓടി നടന്നവളുടെ. കൃഷ്ണൻ പോലീസിനുണ്ടായ വിത്തല്ലേ, തന്തയുടെ ഗുണം കാട്ടാണ്ടിരിക്കുവോ? ശ്രീരാമചന്ദ്രനൊന്നും ആവില്ല. കീഴ്ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് പിറുപിറുത്തവൾ. എന്തിനാ സുഭദ്രേ ആ സീതയെ ഇവിടെ ജോലിക്ക് നിർത്തിയേ? ഓളുടെ സ്വഭാവം നിനക്കറിയാലോ, തീരെ മോശ. ഏതവനെ വേണേലും വളച്ച് വശത്താക്കാൻ വല്ലാത്ത കഴിവാ ഓൾക്ക്. മാധവിയമ്മ ആദിയോടെ സുഭദ്രയെ നോക്കി. ഓളുടെ സ്വഭാവം മോശ, പക്ഷേങ്കി ഈ നേരത്ത് അടുക്കളപ്പണിയെടുക്കാൻ ഓളെപ്പോലെ ആരെക്കൊണ്ടും എത്തൂല. പിന്നെ ഇവിടത്തെ കാര്യങ്ങൾ കഴിയുമ്പോൾ കാശും കൊടുത്ത് പറഞ്ഞു വിട്ടോളാം. ഓളോട് അതും പറഞ്ഞു തന്നെ ഈടേക്ക് വിളിപ്പിച്ചത്. സുഭദ്ര തമ്പ്രാട്ടി ഒന്ന് നിശ്വസിച്ചു. എന്നാലും ഉണ്ണിക്കുട്ടൻ, ഓൻ്റെ തന്തയുടെ സ്വഭാവം അറിയാലോ നിനക്ക്. അതോർത്താ എൻ്റെ പേടി. അവർ ആദ്യം മറച്ചില്ല. ഉണ്ണിക്കുട്ടനെ എനിക്കറിയാം, ഞാൻ വളർത്തിയ മോന, നെറുകേട് കാട്ടില്ല അവൻ, ഉറപ്പോടെ പറഞ്ഞവർ. അങ്ങനെ അയച്ചാ അവന് കൊള്ളാം. മെല്ലെ നടുവിന് കയ്യും താങ്ങി അവരെഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ജനിച്ചയുടനെ ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടുചെന്ന് ഉപേക്ഷിക്കാൻ പറഞ്ഞ് വഴക്കിടാൻ വന്നവരാ അമ്മയും ആങ്ങളമാരും. എനിക്ക് അതിന് കഴിയുമായിരുന്നില്ല. എൻ്റെ സുമിത്രക്കുട്ടിയെ കൂടപ്പിറപ്പായിട്ടല്ല, മോളെപ്പോലെയാ ഞാൻ കൊണ്ടു നടന്നത്. ഓളുടെ കുഞ്ഞിനെ അങ്ങനങ്ങ് ഉപേക്ഷിക്കാൻ മനസ്സ് വന്നില്ല. പൊന്നുപോലെ വളർത്തി. തന്തയില്ലാത്തവനാ, പിഴച്ചു പെറ്റവനാന്ന് ആളോള് അടക്കം പറയുമ്പോൾ വന്നു നിന്ന് കരയാറുള്ളത് എൻ്റെ മുന്നിലാ.
നീ തന്തയ്ക്കല്ലടാ മോനെ, തള്ളയ്ക്കുണ്ടായവനാടാന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് വിടുമായിരുന്നു അന്നൊക്കെ. കുറച്ചുനാള് കോയമ്പത്തൂരിൽ പഠിക്കാൻ വിട്ടിരുന്നു. നിയന്ത്രിക്കാൻ ആളില്ലാതായപ്പോ എന്തിനും സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ കുടിയും വലിയും ഒക്കെ തുടങ്ങി. അതിനിടയിൽ തല്ലുപിടുത്തവും. ക്ഷിപ്രകോപിയ, പെട്ടെന്ന് ദേഷ്യം വരിക, വന്നു കഴിഞ്ഞാൽ കണ്ണും മൂക്കും ഇല്ലാത്ത പെരുമാറ്റവും. പക്ഷേ ഉള്ളിൽ നിറച്ച് സ്നേഹമാ എൻ്റെ കുട്ടിക്ക്. തന്തയുടെ സ്വഭാവം നന്നായി അറിവുണ്ടവന്. പിന്നെ സ്ത്രീകളെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ചതും ഞാൻ തന്നെയാ. അതെൻ്റെ കുട്ടി പാലിക്കാറുണ്ട്. ഇതുവരെ ആ ഒരു കാര്യത്തിൽ ചീത്ത പേര് കേൾപ്പിച്ചിട്ടില്ലവൻ. ഒരു പുഞ്ചിരിയോടെ ഓർത്തവർ. മഹാദേവന് മുന്നിൽ തൊഴുതു പ്രാർത്ഥിച്ചു നിൽക്കവേ അറിഞ്ഞു ആളുടെ സാമീപ്യം. സാധാരണ ഉപയോഗിക്കുന്ന ബോഡി സ്പ്രേയുടെ മണം മൂക്കിലേക്ക് അരിച്ചു കയറിയപ്പോൾ ചെറുചിരി അവളുടെ ചുണ്ടുകളിൽ പൊതിഞ്ഞു. ഇത്രയ്ക്ക് പ്രാർത്ഥിച്ച് മഹാദേവനെ ബുദ്ധിമുട്ടിച്ചാൽ പാർവതീദേവി പൊറുക്കില്ലാട്ടോ. അടക്കി പിടിച്ച ചിരിയോടെ പറഞ്ഞതും ചെരിഞ്ഞൊരു കൂർത്ത നോട്ടം അവനിലേക്ക് ചെന്നിരുന്നു. പൊട്ടി വന്ന ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് തിരുമേനി കൊണ്ടുകൊടുത്ത പ്രസാദവും വാങ്ങി പുറത്തേക്ക് നടന്നിരുന്നവൾ. ആള് പിന്നാലെയുണ്ടോ നോർത്തപ്പോൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു അമ്പിളി. വേഗത്തിൽ നടന്നതിൻ്റെ പോലെ കാലൊന്നിടറി പടിയിൽ തട്ടി നിലത്തേക്ക് വീഴാനാഞ്ഞതും കയ്യിൽ കയറി പിടിച്ചു രുധിൻ. എന്തിനാ പെണ്ണേ എന്നെ കാണുമ്പോൾ ഇത്രയും പരവേശം? 2 ദിവസം കൂടി കഴിഞ്ഞാൽ എൻ്റേതാവേണ്ടവളാന്ന് മറന്നോ നീയ്? വലിച്ച് നേരെ നിർത്തുമ്പോൾ കുറുമ്പോടെ പറയുന്നുണ്ടായിരുന്നവൻ. ആകെ പൂത്തുലഞ്ഞു നിന്നേയുള്ളവൾ. അന്നത്തെ ആ സംഭവത്തിന് ശേഷം ആളെ അങ്ങനെ റോഡിലും കവലയിലും കാണാറില്ലായിരുന്നു. വല്ലപ്പോഴും ഫോൺ വിളിക്കുന്നതൊഴിച്ചാൽ കാണുന്നതും വിരളമായിരുന്നു. ഇന്നിപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള കൂടിക്കാഴ്ചയാണ്. സാധാരണ കൂടെ വാലുപോലെ കൂട്ടരും ഉണ്ടാവും. ഇന്ന് ആരെയും കണ്ടില്ല എന്നുള്ളത് അവൾക്കും അത്ഭുതമായി. കൂട്ടാരൊക്കെ എന്തിയേ, കണ്ടില്ല? വെറുതെ ചോദിച്ചവൾ. രാമു ഇപ്പൊ പിണക്കമാ. അച്ചുവിനെയും രഞ്ജുവിനെയും വിളിച്ചില്ല. ഒറ്റയ്ക്കിങ്ങ് പോന്നു. ഇതാവുമ്പോൾ നിന്നെ ഒന്ന് ഒറ്റയ്ക്ക് കാണാലോ എന്ന് കരുതി. അപ്പോൾ തൊഴാനല്ലേ വന്നത്? ഇല്ല, നിന്നെ കാണാനാ. ചെറുചിരിയോടെ പറയുമ്പോൾ കുറുമ്പ് നിറഞ്ഞ ആ കുഞ്ഞി കണ്ണുകൾക്ക് പോലും വല്ലാത്തൊരു ചന്തമായിരുന്നു. നീയും ഒറ്റയ്ക്കാ പോന്നേ അല്ലേ? ആരെയും കൂട്ടിയില്ലേ? ഇല്ല, ഓരൊക്കെ ഉറക്കമാ, എണീറ്റില്ല. ശല്യം ചെയ്യാൻ നിന്നില്ല, മെല്ലെ പറഞ്ഞവൾ. വീണ്ടും എന്തൊക്കെയോ ചോദിച്ചും പറഞ്ഞും അമ്പലപ്പറമ്പ് വരെ വന്നിരുന്നു രുധിൻ. എന്നാ പൊയ്ക്കോ, നിക്ക് ഇത്തിരി തിരക്കുണ്ടേ. വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ പറയുന്നവനെ നോക്കി മെല്ലെ പുഞ്ചിരിച്ചവൾ. ആള് ഒത്തിരി മാറിയിട്ടുണ്ടോ? മാറിയിട്ടുണ്ട്, ഇനിയും മാറും, ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചവൾ. വിവാഹം കഴിഞ്ഞാൽ ഇവൻ്റെ സ്വഭാവം മാറൂന്നാണോ ചേച്ചി പറഞ്ഞു വരണത്? നടന്നത് തന്നെ. അതൊക്കെ വെറുതെയുള്ള തോന്നലുകളാ. ഇവനൊന്നും ഒരിക്കലും മാറാൻ പോണില്ല. എന്തിൻ്റെ കുറവാ ഇവനിവിടെ? എന്നിട്ടും ചട്ടമ്പിത്തനവും കാട്ടി കണ്ട തെണ്ടി പിള്ളേരുടെ കൂടി നടക്കുക. കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ. വല്യമ്മാമയുടെ ശാസന കേട്ടുകൊണ്ടാണ് രുധിൻ അകത്തേക്ക് കയറി വന്നത്. അവൻ വരുന്നത് കാണാതെ ഓരോന്നും പുലമ്പിയ അയാൾ അവൻ്റെ വരവോടെ നിശബ്ദനായി. ആരെയും വകവയ്ക്കാതെ അകത്തേക്ക് കയറിപ്പോയേയുള്ളവൻ. കണ്ടില്ലേ അഹങ്കാരി, അമ്മാവന്മാരോട് എത്ര ബഹുമാനമുണ്ടെന്ന് നോക്കിയേ. കുഞ്ഞമ്മാവൻ മുരണ്ടതും. അങ്ങോട്ട് കൊടുക്കണതേ അവനും തിരിച്ചു തരുള്ളൂ ഏട്ടാ. അല്ലാതെ ദാനം കൊടുക്കാനുള്ള വിശാല മനസ്സൊന്നും നാരായണീയത്തിലെ രുധിൻ ദേവനാരായണനില്ല. നീരസത്തോടെ രണ്ടാളെയും നോക്കിക്കൊണ്ട് സുഭദ്ര ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. ഉറങ്ങേ ഇത്ര നേരത്തെയോ? കുളപ്പടവിലിരുന്ന് ഫോണിലൂടെ അമ്പിളിയോട് കൊഞ്ചുകയായിരുന്നു രുധിൻ. എത്ര മണിയെന്നാ? 11 കഴിഞ്ഞു. എനിക്ക് ഉറക്കം വരിക. ചിരി കടിച്ചു പിടിച്ച പോലെ അവൾ പറഞ്ഞതും. എന്നാ ഉറങ്ങിക്കോ നീ. ഇന്നൂടെ നല്ലോണം ഉറങ്ങിക്കോ. നാളെ മുതൽ ഉറക്കില്ല ഞാൻ. കള്ളച്ചിരിയോടെ പറയുമ്പോൾ മറുപുറം നിശബ്ദമായിരുന്നു. എന്നാ വെച്ചോ നീ. ഫോണൊന്ന് കട്ടാക്കിക്കൊണ്ട് ഒന്ന് മൂരി നിവർത്തിക്കൊണ്ട് എഴുന്നേറ്റവൻ. തിരിയുമ്പോൾ തൊട്ട് മുന്നിൽ മാറ് മുഴുവൻ മറയ്ക്കാതെ കച്ചയും ചുറ്റി നിൽക്കുന്ന സീതയാണ് കാണുന്നത്. പെട്ടെന്നൊന്ന് ഞെട്ടിയവൻ. നീയോ? പേടിച്ചുല്ലോ. അവളുടെ ആ നിൽപ്പ് കണ്ട് മുഖം തിരിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതും അവനെ പിന്നിൽ നിന്ന് പുണർന്നിരുന്നവൾ. ഒന്ന് വെട്ടി വിറച്ചുപോയി രുധിൻ. എന്തിനാ ഈ ഗൗരവം? അറിയാം
ഒക്കെ അഭിനയാന്ന്. വലിയ ശ്രീരാമചന്ദ്രനൊന്നും അല്ലല്ലോ. ആയിരുന്നെങ്കിൽ ഒരുത്തൻ കൊണ്ടോയി ചോരയൂറ്റിയവളെ തന്നെ കൂട്ടില്ലായിരുന്നല്ലോ കൂടെ. പറയവേ അവൻ്റെ അരയിലേക്ക് അവളുടെ കൈകൾ ഊർന്നിറങ്ങി. മടിക്കുത്തിൽ പിടിമുറുക്കിയതും ഏറിയ കലിയോടെ ആ കൈ പിടിച്ചു തിരിച്ചവൻ. ആ വേദനയാൽ വിളിച്ചു കൂവിയവൾ അടങ്ങാ കലിയിൽ കൈയുയർത്തി മുഖമടച്ചൊന്ന് കൊടുക്കുകയും ചെയ്തു. മുഖം പൊത്തി അവനെ നോക്കുമ്പോൾ വിളറി വെളുത്തുപോയവൾ. എല്ലാ ആണുങ്ങളും നിന്റെ പിന്നാലെ മണപ്പിച്ചു വരണവന്മാരെ പോലെ കരുതരുത്. മാറി നിൽക്ക് നീ. അവളെ പിടിച്ചു മാറ്റി പടവിലേക്ക് പിടിച്ചു തള്ളിയവൻ. ഇനി ഇവിടുന്ന് പോണ വരയ്ക്കും എൻ്റെ കൺമുന്നിൽ നീ വന്നേക്കരുത്. വന്നാൽ താക്കീതുപോലെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞിട്ട് മുന്നോട്ട് നടന്നവൻ. ഓരോരുത്തന്മാര് തൻ്റെ പിന്നാലെ വന്നിട്ടേയുള്ളൂ. താൻ തേടിപ്പോയവരൊക്കെ വിരളമാണ്. അവഗണിച്ചു പോയവരെ പോലും പതിയെ പതിയെ വരുതിയിലാക്കിയിട്ടേയുള്ളൂ. പക്ഷേ ഇത്തരത്തിലൊരനുഭവം ഇതാദ്യമായാണ്. വിങ്ങിയ കവിളിൽ കൈ ചേർത്തുകൊണ്ട് പകയോടെ ഓർത്തു സീത. തുടരും. പ്രിയപ്പെട്ടവരെ, അഭിപ്രായങ്ങൾ കൂടി പറയണേ. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്